SDPI നേതാവ് ഷാൻ വധക്കേസിൽ കുറ്റപത്രം സ്വീകരിക്കരുതെന്ന ഹർജി തള്ളി. കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അർഹതയില്ല. ഇത് ചൂണ്ടിക്കാട്ടി പ്രതിഭാഗമാണ് ഹർജി നൽകിയത്. ഷാൻ കേസ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജിയിൽ മാർച്ച് 23 വാദം കേൾക്കും. ഷാൻ വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ SHO അല്ലെന്ന് കാണിച്ചായിരുന്നു പ്രതിഭാഗത്തിന്റെ ഹർജി. അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കുറ്റപത്രം സമർപ്പിച്ചത് അംഗീകരിക്കരുത് എന്നായിരുന്നു പ്രതിഭാഗം വാദം. എന്നാൽ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ജില്ലാ പോലീസ് മേധാവി ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന് കുറ്റപത്രം സമർപ്പിക്കാം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. വിവിധ കേസുകളും ഉദാഹരണമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു. അതേസമയം ഷാൻ കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജിയിൽ മാർച്ച് 23 വീണ്ടും വാദം കേൾക്കും. കേസിലെ RSS BJP പ്രവർത്തകരായ 11 പ്രതികളും ഇപ്പോൾ ജാമ്യത്തിലാണ്. 2021 ഡിസംബർ 18 രാത്രിയാണ് മണ്ണഞ്ചേരിക്ക് സമീപം വെച്ച് SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാൻ കൊല്ലപ്പെട്ടത്. ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ BJP OBC മോർച്ച നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനും കൊല്ലപ്പെട്ടു. ഈ വിചാരണ പൂർത്തിയാവുകയും പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകർക്കെല്ലാം വധശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. മീഡിയ 1 ആലപ്പുഴ.